എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ സൂര്യകവി ഡോക്ടർ ജയദേവൻ 4000-ലധികം സൂര്യനെക്കുറിച്ചുള്ള കവിത എഴുതി ലോക പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയും 35 വർഷമായി നൃത്തരംഗത്ത് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന കേരള കലാമണ്ഡല മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതലയും വഹിക്കുന്ന ബഹുമാനിയായ ശ്രീമതി സുനിത ശശി, അതുപോലെ ആൻറ്റി ഡ്രഗ് ആക്ടിവിസ്റ്റും വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷണർ നാഷണൽ വൈസ് പ്രസിഡൻറ്റും CGIC നാഷണൽ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സരുൺ കുമാർ, കവിയത്രിയും ഡിവൈൻ ആർട്ട് സ്ഥാപക പ്രസിഡൻറ്റും നിഴൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി, തിക്കുറിശി ഫൗണ്ടേഷൻ ജോയിൻറ്റ് സെക്രട്ടറി, കേരളം സിന്ദൂരം സീരിയൽ മലയാള പരിഭാഷ തിരക്കഥാകൃത്ത്, ചലച്ചിത്ര അക്കാദമി റിപ്പോർട്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി രശ്മി ആർ ഊറ്ററ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഭാരത് സമാജിലെ എൻ്റെ കർമ്മധീരർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 73 വർഷങ്ങൾ പിന്നിടുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നത്. അതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നു. ഇതിനെ തുടർന്ന് വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, അതുപോലെ IT മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖല, മൈക്രോ ഫിനാൻസ് തുടങ്ങി ധാരാളം മേഖലകളിലാണ് ഭാരത് സമാജ് ഇന്ന് പ്രവർത്തനം നടത്തി വരുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് അവാർഡ് നൽകി ആദരിക്കുന്നത്. ഭാരത് സമാജിൻ്റെ ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് ഭാരത് സമാജിൻ്റെ ദേശീയ ദിവസമായി ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ട് അത് അനുസ്മരിപ്പിക്കും വിധത്തിലാണ് എല്ലാ മാസവും 12-ാം തീയതി ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഈ 12-ാം തീയതി ഈ പ്രോഗ്രാം ഇവിടെ നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും സാഹിത്യകാരന്മാരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, നിയമജ്ഞർ, ആരോഗ്യ മേഖലയിലുള്ളവർ, അങ്ങനെ ധാരാളം ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ക്ഷണിക്കുകയും ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കുള്ള മറ്റൊരു ആദരവാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഞാനിവിടെ ഓരോരുത്തർക്കും ബുക്കിൽ മെയിൽ ID എഴുതിയിട്ടുണ്ട്. ആ മെയിൽ IDയിൽ കൂടിയാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നത്. അപ്പം മെയിൽ IDകൾ എനിക്കൊന്നും കൂടി എൻ്റെ വാട്സാപ്പിൽ അയച്ചു തരണം. മെയിൽ ID കൂടി മാത്രമേ ഫോട്ടോസ് അയച്ചു തരത്തുള്ളൂ. അതുപോലെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ഞാൻ വാട്സാപ്പിൽ ഇട്ട് തരുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഭാരത് സമാജിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്.
BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവറുകളും ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവറുകളും അസിസ്റ്റന്റ് ഡയറക്ടർ TP വിനോദ് അവറുകളും ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे ബഹുമാന്യരെ, ഇന്നത്തെ ഭാരത് സേവക് ഉപഹാര ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി 2 വാക്ക്. നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറിൻ്റെ അമ്മ ഈ ജൂലൈ 10-ാം തീയതി ദിവംഗതയായി. ഇന്ന് അമ്മയുടെ സഞ്ചയന ചടങ്ങുകളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ അവാർഡ് ചടങ്ങിന് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം മൗനം ആചരിക്കും. വേദിയിലിരിക്കുന്ന BSS ചെയർമാൻ BS ബാലചന്ദ്രൻ സാർ, ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ, ഇവിടെ ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ഭാരത് സേവക് ഉപഹാര സമർപ്പണ ദിനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മാസത്തെ ഉപഹാര സമർപ്പണം 14-ാം തീയതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാര്യം എല്ലാ മാസവും നമ്മൾ 12-ാം തീയതിയാണ് ഉപഹാരം സമർപ്പിക്കുന്നത്. 12-ാം തീയതി അവധി ആയതുകൊണ്ട് തന്നെ 14-ാം തീയതിയിലേക്ക് നമ്മൾ ഈ മാസം മാറ്റിയത്. അല്ലെങ്കിൽ ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ ദിനമായ ഓഗസ്റ്റ് 12 എന്നുള്ള ദിനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസവും 12-ാം തീയതിയാണ് രാജ്യവ്യാപകമായി ഭാരത് സേവക് ഉപഹാര സമർപ്പണം നടക്കുന്നത്. ഭാരത് സേവക് സമാജ് എന്താണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഭാരത് സേവക് സമാജ് ദേശീയ വികസന ഏജൻസിയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിൽ കൂടി പങ്കാളിത്തത്തിൽ കൂടി നടപ്പിലാക്കുവാൻ വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഭാരത് സേവക് സമാജ്. അതിൻ്റെ ആദ്യകാല നേതാക്കൾ എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഗുൽസാരിലാൽ നന്ദയും, ആദ്യകാല മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയങ്കരായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഒക്കെയായിരുന്നു. രാജ്യസേവന പാതയിൽ എല്ലാവരെയും കൂട്ടിയിണക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് പ്രവർത്തനം ആരംഭിച്ചതും ധാരാളം പ്രവർത്തനങ്ങൾ രാജ്യത്തെമ്പാടും ഏറ്റെടുത്ത് നടത്തി വന്നതും. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ അജണ്ട തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഏത് രീതിയിലും ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു ഭാരത് സേവക് സമാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സൃഷ്ടാക്കൾ മുന്നിൽ കണ്ട ആശയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് സേവക് സമാജ് ദേശീയവ്യാപകമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഭാരത് സേവക് സമാജ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുവാനും സന്നദ്ധരായ ഒരു കൂട്ടം പ്രവർത്തകരാണ് ഭാരത് സേവക് സമാജിലുള്ളത്. രാജ്യത്തെമ്പാടും വിവിധ തരങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവർ പങ്കാളികളാകുകയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഭംഗിയായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഭാരത് സേവക് സമാജ് ചെയ്തു വരുന്നത്. തൊഴിൽ വിദ്യാഭ്യാസമായാലും ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനമായാലും ഹൈടെക് എഡ്യൂക്കേഷനായ മാനേജ്മെൻറ്റ് സെക്ടറിലായാലും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളായാലും പ്രസിദ്ധീകരണ മേഖലയായാലും അങ്ങനെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയാലും അതുപോലെ ഏത് മേഖലയാണ് ഭാരത് സേവക് സമാജ് കൈവയ്ക്കാത്തത് എന്ന് ശരിക്കും ചോദിക്കേണ്ടത്. കാര്യം എല്ലാ മേഖലയിലും ഏത് പ്രോഗ്രാമും ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്ത് സന്നദ്ധമാണ്.
ആ ഭാരത് സമാജിൻ്റെ പുതിയൊരു പരിപാടിയായിട്ടാണ് നമ്മളിത് ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ PS ബാലേന്ദ്രൻ സാർ ചുമതലയെടുത്തതിന് ശേഷമാണ് ഭാരത് സേവക് ഉപഹാര സമർപ്പണം എന്നൊരു പുതിയ പരിപാടി നടപ്പിലാക്കിയത്. എന്തുകൊണ്ടാണ് ആ പരിപാടി നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും രാഷ്ട്ര സേവനത്തിനായി അവരവരുടെ സ്വന്തം സമയവും അതുപോലെ വിലപ്പെട്ട ജീവിതവുമാണ് സമർപ്പിക്കുന്നത്. ചെറിയതായാലും വലിയതായാലും ധാരാളം പ്രവർത്തനങ്ങളാണ് നമ്മളിൽ കൂടി രാജ്യത്ത് വരുന്നതും അതിൻ്റെ പുരോഗമനം രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, സന്നദ്ധ സംഘടനകളും ജനങ്ങളും എല്ലാം പങ്കാളിത്തത്തോടു കൂടിയാണ് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. അതിലേക്കുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരത് സേവക് ഓണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദേശീയ അംഗീകാരം പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മ മേഖലകൾ ഒരുപക്ഷെ നമ്മൾ സ്വയം മനസ്സിലാക്കുകയോ മറ്റുള്ളവർ മനസ്സിലാക്കി തരികയോ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കുന്നവർ ധാരാളമുണ്ട്, മനസ്സിലാക്കി തരുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ധാരാളമുണ്ട്, ധാരാളം അവാർഡുകൾ ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും ഈ ദേശീയ ഉപഹാരം ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ കർമ്മമണ്ഡലത്തിൽ എന്തെല്ലാമാണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ വരുന്ന തലമുറയ്ക്ക് എന്തെല്ലാമാണ് മാതൃകയാക്കേണ്ടതെന്നും കൂടിയാണ് ഈ അവാർഡ് നമ്മളിൽ ഓരോരുത്തരേക്കും ഏൽപ്പിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത്. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നവരെല്ലാം തന്നെ ഭാരത് സേവകളായി മാറുകയാണ്. നമ്മുടെ പേരിൻ്റെ മുൻപിൽ ഭാരത് സേവക് എന്ന് കൂടി വരികയാണ്. ഭാരത് സേവക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അറിയാം ഭാരതത്തെ സേവിക്കുന്നവർ എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ മുൻപോട്ടുള്ള കാലങ്ങളിൽ ഭാരതത്തെ സേവിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു മാർഗദർശിയായി ഈ അവാർഡ് മാറുകയും വരും തലമുറയ്ക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ചെന്നുള്ള അവർ മനസ്സിലാക്കുകയും അവർക്കൊരു പ്രചോദനമാകുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭാരത് സേവക് ഈ ഓണർ സമർപ്പിക്കുന്നത്. ഇന്നിവിടെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളത് ഏകദേശം 50 പേരോളം ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. വ്യത്യസ്തമായ മേഖലയിൽ ധാരാളം നാഷണൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ളവരും ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരും ഇതിനകത്തുണ്ട്. എന്നാൽ ചെറിയ തോതിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചവരുമുണ്ട്. എല്ലാവരെയും ഒരേ മനസ്സോടെ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് ഈ ഉപഹാരം ഇവിടെ ഭാരത് സേവക് സമാജ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ PS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പ് വന്നതിന് ശേഷം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഡൽഹിയിൽ ബേസ് ചെയ്താണ് ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എങ്കിലും കേരളത്തിൽ നിന്നൊരാൾ ദേശീയ ചെയർമാൻ ആവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രശംസനീയമായ കാര്യമാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്നൊരാൾ ദേശീയ ചെയർമാൻ ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഭാരത് സേവക് സമാജിനെ ധാരാളം പ്രവർത്തനങ്ങൾ കൂടി ഇന്ന് കാണുന്ന ഭാരത് സേവക് സമാജാക്കി മാറ്റിയതാണ് PS ബാലേന്ദ്രൻ സാർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ് ഇന്ന് ഭാരത് സേവക് സമാജിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളും ഭാരത് സേവക് സമാജുമായി ചേർന്ന് നിൽക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും ഗുണഭോക്താക്കളും എല്ലാം തന്നെ. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ നിന്ന് അധ്യക്ഷം വഹിക്കുന്നതും നിങ്ങൾക്ക് ഭാരത് സേവക് ഉപഹാരം നൽകുന്നു. ആദ്യം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ വിയോഗമുണ്ട്, എന്നിട്ടും ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളോടും നമ്മൾ ഓരോരുത്തരോടുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ സംബന്ധിക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ ഓരോരുത്തരായി ഇവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കണം. എന്നാലേ എന്താണ് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് എന്താണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്നും ആരാണ് എന്നുള്ളത് വ്യക്തമാകുന്നതിന് വേണ്ടി ഓരോരുത്തരെയും പേര് വിളിച്ച് തന്നെ പ്രത്യേകം ഒരു ബയോഡേറ്റ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ബയോഡേറ്റകൾ വളരെ നീണ്ട ബയോഡേറ്റകളായിരുന്നു. എല്ലാവരുടെയും തന്നെ ധാരാളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തവരുമാണ്. പക്ഷേ സമയത്തിൻ്റെ പരിധിമാനം പലരുടെയും വിദ്യാഭ്യാസ യോഗ്യതകളും അതുപോലെ തന്നെ കൂടുതൽ ഒത്തിരി അവാർഡുകൾക്കെന്ന് ഞാനൊന്ന് കുറച്ചിട്ടാണ് ബ്രീഫായിട്ടാണ് ബയോഡേറ്റ വായിക്കുന്നത്. കൃത്യമായ ബയോഡേറ്റ നമ്മുടെ ഭാരത് സേവക് സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ മാതൃകയിലുള്ള ഒരു വെബ്സൈറ്റാണ്. അതിൽ കൃത്യമായ എല്ലാവരുടെയും വിശദാംശങ്ങൾ അതിൽ കാണും. ഇതിൽ കുറച്ച് ബ്രീഫായിട്ടാണ് വായിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയായി പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. ആദ്യമായി ശ്രീ VR ഗോപിനാഥ്. അദ്ദേഹം തിരുവനന്തപുരം കരിമൺ സ്വദേശിയാണ്. ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്. 3 ദേശീയ, 5 അന്തർദേശീയ, 4 സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തിരക്കഥാ രചനയിൽ 63 വർഷത്തെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചരിത്രത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ ഏക വ്യക്തിയാണ് ഇദ്ദേഹം.
1976 മുതൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ സേവനമനുഷ്ഠിച്ചു. 33 വർഷം ഫിലിം ഓഫീസർ, സ്റ്റുഡിയോ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയ തസ്തികകൾ പ്രവർത്തിച്ചു. 150ഓളം ഡോക്യുമെൻ്ററികൾ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അക്കാലത്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രഥമ ഹ്രസ്വമേളയിൽ വയനാട്ടിലെ ആദിവാസികളെക്കുറിച്ചെടുത്ത മണ്ണിൻ്റെ മക്കൾ എന്ന ഡോക്യുമെൻ്ററി ഋത്തിക് ഘാട്ടക് മെമ്മോറിയൽ അവാർഡ് നേടി. മലയാളത്തിൽ നിർമ്മിച്ച ഡോക്യുമെൻ്ററിക്ക് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിച്ചു. മികച്ച വിദ്യാഭ്യാസ പ്രബോധന ചിത്രത്തിനും മികച്ച കഥാചിത്രമായ ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്നിവയ്ക്കും സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ അവാർഡ് ലഭിച്ചു. ഒരു ഇംഗ്ലീഷ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയ, ഷാർജ, പോളണ്ട്, മിലൻ തുടങ്ങിയ അന്തർദേശീയ മേളകളിൽ പുരസ്കാരങ്ങൾ നേടി. 7 ഫീച്ചർ ഫിലിമുകൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഗ്രീഷ്മം, ഒരു മെയ് മാസ പുലരിയിൽ, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി, പൂത്തിരുവാതിര രാവിൽ, ദേവസ്പർശം, അവർ ലേഡി ഓഫ് ലോർഡ്സ് എന്നിവയാണ് അതെല്ലാം. JC ഡാനിയൽ പുരസ്കാരം, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉയർന്ന പദവികൾ എന്നിവ തേടിയെത്തിയെങ്കിലും ഗാന്ധിയൻ ജീവിതം നയിക്കാനാണ് ഇദ്ദേഹം തീരുമാനിച്ചത്. കോഴിക്കോട് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥികൾക്ക് ഫിലിം ആൻഡ് ടെലിവിഷൻ ഓറിയൻറ്റേഷൻ കോഴ്സ് ഡയറക്ടറായിരുന്നു. പ്രശസ്തരായ സംവിധായകൻ ശ്യാമപ്രസാദ്, ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തുടങ്ങി 150ഓളം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. നിലവിലും ഡോക്യുമെൻ്ററികളും ആർഭാടങ്ങളില്ലാത്ത കഥാചിത്രങ്ങളും സംവിധാനം ചെയ്യുന്നു. ദൃശ്യ, ശ്രാവ്യ, മാധ്യമ സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിക്കുന്നു. സിനിമാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, ഇപ്പോൾ കരിമത്ത് താമസിക്കുകയാണ്. ശ്രീമതി സുജാത ടീച്ചർ, കാഞ്ഞങ്ങാട് സ്വദേശി, കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ. ഒരു ബീഡി തൊഴിലാളിയുടെ മകളായി സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചു. പഴയ പുസ്തകങ്ങൾ തുന്നിക്കൂട്ടിയും കടം മേടിച്ചും പഠിച്ച സ്കൂൾ വിദ്യാഭ്യാസ കാലം. 8ാം ക്ലാസ് മുതൽ ബീഡി തെറപ്പിലേർപ്പെട്ട് വീട്ടിലെ വരുമാനത്തിലേക്ക് തുച്ഛമെങ്കിലും തൻ്റെ പങ്കുകൂടി ചേർക്കുവാൻ സാധിച്ചു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാവരും തുടർ പഠനത്തിനായി പോയപ്പോൾ സ്വന്തമായി കത്രികയും മുറവും വാങ്ങി സ്വതന്ത്ര ബീഡി തൊഴിലാളിയായി. തുടർന്ന് പഠിക്കുകയും ഒടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായി മാറുകയും ചെയ്തു. അധ്യാപക പ്രസ്ഥാനമായ KCAയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കെയാണ് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചത്. നഗരസഭയുടെ PMAY ലൈഫ് പദ്ധതി പ്രകാരം 1078 വീടുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് പല ആനുകൂല്യങ്ങളും നേടിക്കൊടുത്തു. ഹരിതകർമ്മസേനയിലെ സ്ത്രീകളുടെ അവരുടെ വരുമാനം 20,000 രൂപയോളം 100 കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. മികച്ച സൗന്ദര്യവൽക്കരണത്തിലൂടെ നഗരസഭയെ മികച്ചതാക്കി മാറ്റി. ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ നഗരസഭ, 100% സ്കൂളുകളിലും SSLCക്ക് 100% വിജയമുള്ള നഗരസഭ എന്നിങ്ങനെ കാഞ്ഞങ്ങാട് നഗരസഭയെ മാറ്റിയെടുക്കുവാൻ സാധിച്ചു. തുടർ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി വീട്ടമ്മമാരിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ വരെ നേടിയവരുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് ക്രിയാത്മകമായ ഇടപെടൽ, ഭിന്നശേഷിക്കാരായ ആളുകൾ, പുറം ലോകം നിഷേധിക്കപ്പെട്ട് വീൽചെയറിലൊക്കെ ആയിരുന്ന ആൾക്കാർ ഇവരുടെയൊക്കെ ബോട്ട് യാത്ര, അങ്ങനെയുള്ള ആഘോഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവർക്ക് ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഉസ്മാൻ മൗലവി P, വയനാട് അഞ്ചുകുന്ന് സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ. പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് വയനാട് പനമരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബദറുൽ ഹുദ അക്കാദമി എന്ന സ്ഥാപനം ആരംഭിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നു. 100ൽ പരം കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവർക്കാവശ്യമായ വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകി വരുന്നു. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിനൊപ്പം സേവന പ്രവർത്തനങ്ങൾ നടത്തി ദുരന്തത്തിൽ മാതാപിതാക്കളും സർവരും നഷ്ടപ്പെട്ട 6 വയസ്സിന് താഴെയുള്ള 4 കുട്ടികൾക്ക് മാസം 2000 രൂപ ജീവിത ചെലവായി നൽകി വരുന്നു. ഈ 4 കുട്ടികളെ കൂടാതെ 16 അനാഥർക്ക് കൂടി മാസം തോറും 2000 രൂപ ധനസഹായം ഇദ്ദേഹം നൽകി വരുന്നു. നിർദ്ധനരായ പഠനത്തിൽ മിടുക്കരായ നിരവധി കുട്ടികൾക്ക് MBBS, BDS, BTech, BSc നഴ്സിംഗ് എന്നിവ പഠിക്കുന്നതിന് പല ആളുകളിൽ നിന്നും സ്പോൺസർഷിപ്പായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മർക്കസ് അൽ സഹ്റ കമ്മിറ്റിയുടെ എക്സലൻസി അവാർഡ്, ബദറുൽ ഹുദ അക്കാദമി അലുമിനി അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബദറുൽ ഹുദ അക്കാദമി ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമാണ്. കൂടാതെ കുഡാല മൻഹജ് തസ്കിയ എന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. കൽപ്പറ്റ ദാറുൽ ഹലാഫ് എന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഷാനവാസ് പാതൂർ, കാസർഗോഡ് തെക്കിൽ സ്വദേശി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്,
പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ. നിരവധി വർഷങ്ങളായി പഞ്ചായത്ത് മേഖലയിലും ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിലും സജീവം. കാസർഗോഡ് ജില്ലയുടെ സമഗ്ര പുരോഗതിക്കായി നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നു. വിവിധ ജില്ലാതല സമിതികളിൽ അംഗമായി ഈ സമിതികളുടെ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വികസനത്തിനും സാമൂഹ്യനീതിക്കും മുൻഗണന നൽകി പ്രവർത്തിക്കുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ 2015-2020 കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കെ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം പര്യാപ്തത സ്കൂളുകൾക്ക് വേണമെന്ന ആശയം അവതരിപ്പിച്ചു. തുടർന്ന് 2020-25 ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ എല്ലാ സ്കൂളിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പദ്ധതി രൂപീകരിക്കുന്ന മുൻകൈയെടുക്കുകയുണ്ടായി. നിലവിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും മറ്റും കൈമാറിക്കിട്ടിയ സ്ഥാപനങ്ങളും സോളാർ സ്ഥാപിച്ച് രാജ്യത്ത് തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയ ഒന്നാമത്തെ ജില്ലയായി കാസർഗോഡ് ജില്ലയെ അടയാളപ്പെടുത്തി. 2022-23 സംസ്ഥാന സർക്കാരിൻ്റെ അക്ഷയ ഊർജ അവാർഡ് ജില്ലയ്ക്ക് നേടിക്കൊടുക്കുന്നതിന് സഹായകമായത് ജില്ലയിൽ സാർവത്രികമാക്കിയ ഈ സോളാർവൽക്കരണമാണ്. നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി കൂടി വഹിച്ചു വരുന്നു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വിഭാവനം ചെയ്ത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കിയതിലൂടെ 2024-25 വർഷത്തിൽ 97% പദ്ധതി വിഹിതം ചെലവഴിക്കുക വഴി സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ചെലവഴിച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലയ്ക്ക് 2ാം സ്ഥാനം നേടാനായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ സജീവ സാന്നിധ്യമാണ്. ചട്ടഞ്ചാലിലെ 11 വയസ്സുള്ള കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 55 ലക്ഷം രൂപ ചികിത്സ സഹായ നിധി സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. കൂടാതെ പലരുടെയും ചികിത്സയ്ക്കും വലിയ തുക സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. 2018 ഇ വിഷൻ ന്യൂസ് യൂത്ത് ഐക്കൺ അവാർഡ്, 2023 NYCK യുവശ്രേഷ്ഠ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽ പൊറ്റക്കാട്ട്, എറണാകുളം കടവന്ത്ര സ്വദേശി, സിവിൽ എഞ്ചിനീയറായാണ് തൊഴിൽ ജീവിതം ആരംഭിച്ചത്. തുടക്കത്തിൽ തന്നെ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയും റിയൽ എസ്റ്റേറ്റ് സംരംഭവുമായി നിരവധി വിജയകരമായ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ദുബൈയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ അറബ് ടെക്, അൽ നഖൽ തുടങ്ങിയവയിലൂടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിച്ചു. ബുർജ് ഖലീഫ, ജുമൈറ ബീച്ച് റെസിഡൻസ്, എമിറേറ്റ്സ് സ്റ്റാഫ് ടവർ തുടങ്ങി പ്രമുഖ ടവേഴ്സ് പദ്ധതികളിൽ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറായി സേവനം ചെയ്തു. ഖത്തറിലേക്കുള്ള തൊഴിൽ മാറലിൻ്റെ ഭാഗമായി ലോകപ്രശസ്ത ഫ്രഞ്ച് കമ്പനിയായ CFE, ജാപ്പനീസ് കമ്പനിയായ ഒബയാഷി, ചൈനീസ് സ്ഥാപനമായ ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ നിർമ്മാണങ്ങളിൽ ക്വാളിറ്റി വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിച്ചു. ദോഹ ഡൗൺ ടൗൺ പദ്ധതിയും ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായ ഹമദ് പോർട്ട് നിർമ്മാണം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പദ്ധതികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ശേഷം കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സംരംഭമായ ഊരാങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മെറ്റർ ലാബിൽ ഡെപ്യൂട്ടി മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. നിർമ്മാണ രംഗത്തെ ആഗോള മാനദണ്ഡങ്ങളെയും നിലവാരങ്ങളെയും അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ എക്സലൻസ്, ISO 9001, ക്വാളിറ്റി ഓഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കാലിക്കറ്റ് മുൻ വൈസ് ചാൻസലർ KKN കുറുപ്പ് സാറിൻ്റെ മരുമകൻ കൂടിയാണ് ഇദ്ദേഹം. നിർമ്മാണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ AK പീതാംബരൻ, കോഴിക്കോട് കല്ലോച്ചി സ്വദേശി, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ. ഹൈസ്കൂളിലെ പുതിയ പാഠ്യപദ്ധതിയുടെ പരിശീലനമായിരുന്നു. കിലയുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി ആയിരുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽ അതിൻ്റെ സംഘാടക സഹായിയായും തുടർന്ന് കൺസൾട്ടൻ്റായും ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവകാലം മുതൽ സംസ്ഥാന സമിതി അംഗം, കീ റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിലും സന്നദ്ധ സേവനം നടത്തിയിട്ടുണ്ട്. കേരള സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ 1991 മുതലുള്ള പ്രവർത്തനങ്ങളിൽ മാസ്റ്റർ ട്രെയിനർ തുടങ്ങി കീ റിസോഴ്സ് പേഴ്സൺ വരെയുള്ള വിവിധ പദവികളിൽ സന്നദ്ധ സേവനം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ കലാസാഹിത്യ പ്രസ്ഥാനമായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി 5 വർഷം സേവനം ചെയ്തു. വിവിധ ആനുകാലികളിൽ കവിത, ലേഖനം തുടങ്ങിയവ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 കവിതാ സമാഹാരങ്ങളും 6 വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മതം, മാനവിക മാർക്സിസം എന്ന പുസ്തകത്തിന് 2024 ബാലകൃഷ്ണൻ പുരസ്കാര സമിതിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. പുതിയ പഠനഗ്രന്ഥം ഇന്ത്യ ഇന്നലെ ഇന്ന്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് സായുജ്യം വയോജന സഭയുടെ സ്ഥാപക സെക്രട്ടറിയായി 10 വർഷം ആ പദവി തുടർന്നു. നിലവിൽ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു.
കൂടാതെ തൂണരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വയോജന വിഭാഗം കോർഡിനേറ്ററായി സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശശിധരൻ മനേക്കര, കണ്ണൂർ മനേക്കര സ്വദേശി, പക്ഷി നിരീക്ഷകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, അധ്യാപകൻ. കോർണൽ ലാബ് ഓഫ് ഓർത്തോളജിയുടെ ഈ ബോർഡിൽ അംഗമാണ്. 4022 ചെക്ക് ലിസ്റ്റിലായി 451 ജാതി പക്ഷികളെ റിപ്പോർട്ട് ചെയ്തു. ബ്ലൂ ത്രോട്ടഡ് ബി ഈറ്റർ എന്ന പക്ഷിയെ ഇന്ത്യയിൽ വെച്ച് ആദ്യമായി കണ്ടെത്തി. സൂചിമുഖി മാസികയിൽ 2008 മുതൽ തുടർച്ചയായി പക്ഷികളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതുന്നു. കൂടാതെ ഇന്ത്യൻ ബേർഡ്സ്, ശാസ്ത്രഗതി തുടങ്ങിയ മാസികകളിലും എഴുതുന്നുണ്ട്. തൂവൽ കുപ്പായക്കാരുടെ വിസ്മയ ലോകം എന്ന പുസ്തകം ഇതേ പേരിൽ പക്ഷികളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വന്യജീവി ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, സീക്ക് റിസോഴ്സ് പേഴ്സൺ, കോട്ടഞ്ചേരി പര്യാവരൺ കൺസർവേഷൻ ട്രസ്റ്റ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. വിവിധ സർക്കാർ ഓഫീസുകളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പരിസ്ഥിതി സഹവാസം, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. 2002 മുതൽ കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് സംഘടിപ്പിക്കുന്ന എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് ഇദ്ദേഹം. പരിസ്ഥിതി മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ടി ജോയ്, എറണാകുളം എളമക്കര സ്വദേശി, അഭിനേതാവ്, സംവിധായകൻ, ഗായകൻ, നാടകരചയിതാവ്. 9 വയസ്സുള്ളപ്പോൾ ശ്രീ PJ ആൻ്റണി എന്ന മഹാരഥൻ്റെ ശിക്ഷണത്തിൽ അഭിനയ രംഗത്തേക്ക് വന്നു. അന്നത്തെ നാടകത്തിൽ തിലകൻ, ശങ്കരാടി, ബാലൻ കെ നായർ, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയവരോടൊപ്പം അഭിനയിച്ചു. കേരളത്തിലെ പല ഗ്രൂപ്പുകൾക്ക് വേണ്ടി ധാരാളം നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് വളരെയധികം ഗ്രൂപ്പുകളിൽ അഭിനയിച്ചു. പല ഗാനമേളകളിലും പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കലാഭവൻ അടക്കമുള്ള ഗാനമേള ട്രൂപ്പിൽ പാടി. ഏതാണ്ട് 4800-ലധികം വേദികളിൽ പാടിയിട്ടുണ്ട്. വളരെയധികം ക്രിസ്തീയ ഏകാംഗ നാടകങ്ങളും ഭക്തിഗാനങ്ങളും എഴുതി. 50-ലധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകി. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഗാനമേളകൾ ധാരാളമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ബാബുരാജ്, ജയചന്ദ്രൻ, പട്ടണക്കാട് പുരുഷോത്തമൻ, ജോളി എബ്രഹാം, ഇടവ ബഷീർ, സുജാത, ജെൻസി, ആലീസ് തുടങ്ങിയവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സിനിമയിൽ ഭരതൻ, IV ശശി, PG വിശ്വംഭരൻ എന്നീ സംവിധായകരോടൊപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജറായും പ്രവർത്തിച്ചു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശിവരാമൻ പാട്ടത്തിൽ, മാനന്തവാടി അഞ്ചുകുന്ന് സ്വദേശി, അധ്യാപകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, പ്രഭാഷകൻ, സാഹിത്യകാരൻ, ഗാനരചയിതാവ്, സാമൂഹ്യ പ്രവർത്തകൻ, കർഷകൻ. അധ്യാപനത്തിന് പുറമെ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ധാരാളം കവിതകളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. നീലമലകൾ, സാക്ഷി, അഹം ബ്രഹ്മാസ്മി എന്നീ നോവലുകൾ, വയനാടൻ കാർഷിക സംസ്കൃതി, വയനാട് സഞ്ചാരികളുടെ പർദീസ, വള്ളിയൂർക്കാവ് ചരിതഗീതം, വാടാമല്ലികൾ, പുസ്തകപുര എന്നീ കവിതാ സമാഹാരങ്ങൾ. ഇവയ്ക്ക് പുറമെ വയനാട്ടിലെ ജൈന സംസ്കൃതിയെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി സ്വാഗത ഗാനങ്ങളും മറ്റ് ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കർഷക കൂട്ടായ്മ സമൃദ്ധിയുടെ സെക്രട്ടറി, അഞ്ചുകുന്ന് പൊതുജന ഗ്രന്ഥാലയം പ്രസിഡന്റ്, ശ്രീ പുഷ്പക സേവാ സംഘം വയനാട് ജില്ലാ പ്രസിഡന്റ്, കർഷക കൂട്ടായ്മ സമൃദ്ധിയുടെ സെക്രട്ടറി, അഞ്ചുകുന്ന് സഞ്ജീവിനി വിദ്യാനികേതൻ പ്രസിഡന്റ്, വിദ്യാനികേതൻ വയനാട് ജില്ലാ ഉപാധ്യക്ഷൻ, രവിമംഗലം ശിവക്ഷേത്രം ചെയർമാൻ, ക്ലബ് സെന്റർ അംഗൻവാടി ALMC വൈസ് ചെയർമാൻ, തപസ്യ ജില്ലാ രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഫുക്കാർ അലി CA, പാലക്കാട് എടത്തനാട്ടുകര സ്വദേശി, മലപ്പുറം ജില്ലയിലെ ഗോത്രവർഗ്ഗങ്ങളുടെ നരവംശ ചരിത്രം എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് PhD എടുത്തു. തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസർ ആൻഡ് റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുന്നു. നരവംശ ചരിത്രം, ഗോത്ര സംസ്കാരം, ആധുനികത, ദേശീയത, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നീ വിഷയങ്ങളിൽ ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ 30-ലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 20ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കരിയർ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എബിലിറ്റി ഫൗണ്ടേഷൻസ് പ്രവർത്തക സമിതി അംഗം, യുവത ബുക്ക് ഹൗസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഷബാബ് വാരിക എഡിറ്റോറിയൽ അംഗം, പരിസ്ഥിതി സംഘടനയായ ബ്രദർ നാറ്റിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര നവോത്ഥാന കൾച്ചറൽ സെൻറ്റർ പ്രസിഡന്റ്,
പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര വിദ്യാപുരം സെൻറ്റർ ഓഫ് എക്സലൻസ് ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ പ്രസിഡന്റ്, കൾച്ചറൽ ഹിസ്റ്ററി 9th കേരള ഹിസ്റ്ററി കോൺഗ്രസ് വെല്ലൂർ, ചരിത്ര വിഭാഗം മേധാവി, അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി, മലപ്പുറം പെരിന്തൽമണ്ണ കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ചരിത്രകാരൻ എന്ന നിലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ VT മനോജ് നമ്പൂതിരി, കോഴിക്കോട് ഒഞ്ചിയം കണ്ണൂക്കര സ്വദേശി, 1997 മുതൽ 2017 വരെ ചേറോട് ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ അടിയന്തരക്കാരനായും വടക്കേ മലബാറിലെ ധാരാളം ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചു. MPhil ഗവേഷണ വിഷയം കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ടേരി ചന്തയെ അടിസ്ഥാനമാക്കി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിനിമയങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതും കേരളത്തിലെ മാപ്പിളപ്പാട്ടുകളിൽ VM കുട്ടിയുടെ സംഭാവനയെക്കുറിച്ചുള്ള പഠനം എന്നതുമായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പങ്കെടുത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കൊട്ടിയൂരമ്പലം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. റിസർച്ച് ജേർണലിൽ 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഫോക്ലോർ റിസർച്ച് ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ അംഗമാണ്. വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം, പുത്തൂർ ദുർഗാദേവി ക്ഷേത്രം, തളിക്കുന്ന് ശിവക്ഷേത്രം, പെരുമണ്ണ ശിവ വിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. മതിലകം നരസിംഹമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായും ക്ഷേത്ര ഭരണാധികാരി എന്ന നിലയിലും മികച്ച പ്രവർത്തനം നടത്തിവരുന്നു. ഫോക്ലോറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിജയകുമാർ മുല്ലേരി, കാസർഗോഡ് മുല്ലേരി സ്വദേശി, കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകളായി അധ്യാപകൻ, ഗവേഷകൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ. ഉത്തര കേരളത്തിൻ്റെയും തുളുനാട്ടിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് 300-ലേറെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താത്തതും പല കാരണങ്ങൾ കൊണ്ട് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ വിട്ടുപോയതുമായ ഉത്തര കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും കൊളോണിയലിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെ പറ്റിയുള്ള ചരിത്രവും അതുപോലെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവചരിത്രവും മറ്റും ശേഖരിച്ച് പ്രസിദ്ധപ്പെടുത്തി. ഈ പ്രദേശത്തെ വിവിധ ജാതി സമൂഹങ്ങളെപ്പറ്റിയും പൗരാണിക ക്ഷേത്രങ്ങളെപ്പറ്റിയും അനുഷ്ഠാന കലകളെപ്പറ്റിയും നിരവധി ലേഖനങ്ങൾ കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വാർത്താ സാന്ത്വനം എന്ന സാംസ്കാരിക മാസികയിൽ 12 കൊല്ലം തുടർച്ചയായി അള്ളട സ്വരൂപം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലകളായ തെയ്യം, പൂരക്കളി, ദക്ഷിണ കന്നഡയിലെ യക്ഷഗാനം എന്നിവയെപ്പറ്റി തയ്യാറാക്കിയ ലേഖനങ്ങൾ ധാരാളം പ്രശംസ ലഭിച്ച ലേഖനങ്ങളായിരുന്നു. കഴിഞ്ഞ 35 വർഷമായി കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഗവേഷണ സ്ഥാപനമായ വികാസ് സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൻ്റെ ഓണററി ഡയറക്ടർ കൂടിയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകന്മാർ ഈ സ്ഥാപനത്തിൽ വരാറുണ്ട്. കാസർഗോഡ് ചില ചരിത്രമാനങ്ങൾ: ആഹാര്യം, കേരളീയ നൃത്തകലകളിൽ, സോഷ്യൽ റിലവൻസ് ഓഫ് യക്ഷഗാന, ദ കോസ്റ്റൽ ആർട്ട് ഓഫ് കർണാടക എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുദർശനൻ കലാഭവൻ, എറണാകുളം കലൂർ സ്വദേശി, പ്രവാസി, കൊച്ചിൻ കലാഭവൻ്റെ മിമിക്രി ആർട്ടിസ്റ്റ്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്. മച്ചാൻ വർഗീസ്, ജയറാം, കലാഭവൻ സന്ദേശ് മുതൽ നിരവധി വേദികളിൽ മിമിക്രി ആർട്ടിസ്റ്റായി പരിപാടികൾ നടത്തി. കേരള യൂണിവേഴ്സിറ്റി നോർത്ത് സോണൽ മിമിക്രി ആർട്ടിസ്റ്റായി സെലക്ട് ചെയ്തു. സൂര്യയിൽ വന്ന ധന്യം സീരിയൽ, നേരറിയാൻ മാവേലി, ജീവൻ TV സീരിയൽ എന്നിവയിൽ പല പ്രശസ്തർക്കുമൊപ്പം ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചിട്ടുണ്ട്. മദ്രാസ് ദൂരദർശനിൽ ധാരാളം കോമഡി ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വചനം, സ്റ്റാർ വാർ തുടങ്ങി ധാരാളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ആകാശവാണി തൃശ്ശൂർ നിലയം സംപ്രേഷണം ചെയ്ത ടെലിഫിലിം, അതിന് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ ചെയ്തു. ഈ ചെറിയ സിനിമയ്ക്ക് മികച്ച കാലിക പ്രാധാന്യമുള്ള സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മംഗളം കലാസാഹിത്യവേദി മിമിക്രിക്ക് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം, കോളേജിയേറ്റ്, ഇന്റർ കോളേജിയേറ്റ് മിമിക്രി 2ാം സ്ഥാനം, പാരൽ കോളേജ് മിമിക്രി സ്റ്റേറ്റ് ലെവൽ 1ാം സ്ഥാനം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MK കബീർ സാഹബ്, ആലപ്പുഴ നൂറനാട് സ്വദേശി, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ. വിദ്യാഭ്യാസ കാലയളവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി മെമ്പറായും വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. യുവജന പ്രസ്ഥാനമായ DFIയുടെ പഞ്ചായത്ത് സെക്രട്ടറിയായും
ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ 40 വർഷമായി പാർട്ടി മെമ്പറായി തുടരുന്നു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചു വരുന്നു. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 5 വർഷം സേവനമനുഷ്ഠിച്ചു. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിനും പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും മാരകമായ അസുഖബാധിതരെ ചികിത്സിക്കുന്നതിനും തുടങ്ങി പലവിധ വിഷയങ്ങൾക്കും വ്യക്തിപരമായും മറ്റാളുകളിൽ നിന്ന് പണം ശേഖരിച്ചും സാമ്പത്തിക സഹായം നൽകി വരുന്നു. കേരളത്തിൽ കോഴിക്കോടും കർണാടകയിൽ എരുമാട് എന്ന സ്ഥലത്തും അനാഥരായ കുട്ടികളെ വളർത്തുന്ന മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി കേന്ദ്രീകരിച്ച് സജീവമായി അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ വെള്ളപ്പൊക്ക ദുരിത ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ച് കാര്യക്ഷമമായി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണറിലേക്ക് ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തികാട്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര സ്വദേശി. അഡ്വക്കേറ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, മോട്ടിവേഷണൽ ട്രെയിനർ, സാഹിത്യകാരൻ. 20 വർഷത്തിലേറെ സാമൂഹികവും മനുഷ്യസ്നേഹപരവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനമായ മാവേലിക്കര സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ്. ധാരാളം അശരണരായവർക്ക് അന്നം പദ്ധതി, മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രിയിലും കുർത്തിക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും ദിവസവും സൗജന്യ ഭക്ഷണ വിതരണവും ചെയ്തു വരുന്നു. ചികിത്സാ സഹായവും വിദ്യാഭ്യാസ പിന്തുണയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സാമ്പത്തിക സഹായവും നൽകി വരുന്നു. പ്രദേശത്തുടനീളമുള്ള ഭിന്നശേഷിക്കാർക്ക് 1200-ലധികം വീൽ ചെയറുകൾ വിതരണം ചെയ്തു. കൗമാര കൗൺസിലിങ്ങും ബോധവൽക്കരണവും സുന്ദര കൗമാരം, സുരക്ഷിത കൗമാരം എന്നീ പേരുകളിൽ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യം, സാമൂഹ്യ പെരുമാറ്റം എന്നിവയെക്കുറിച്ച് പതിവായി സെമിനാറുകളും പ്രചരണ പരിപാടികളും, മയക്കുമരുന്ന് ദുരുപയോഗം, അക്രമം തുടങ്ങിയ നിർബന്ധിത വിഷയങ്ങളെക്കുറിച്ച് സംവാദങ്ങളും സെമിനാറുകളും നടത്തിവരുന്നു. ഹരിപ്പാട് ആയാപറമ്പ് അസോസിയേഷൻ ഓഫ് ചാരിറ്റബിൾ കൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇതിൻ്റെ കീഴിൽ കായംകുളം, ഹരിപ്പാട്, മാവേലിക്കര, ചേർത്തല, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, പുന്നപ്ര എന്നിവിടങ്ങളിലായി 9 പൊതു ഫുഡ് അലമാരകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇത് വിശക്കുന്നവർക്ക് അന്തസ്സോടെ സൗജന്യ ഭക്ഷണം നൽകുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ സംഘടനകൾക്കും പതിവായി ക്ലാസുകൾ നടത്തുന്ന കുടുംബ കൗൺസിലറായും പബ്ലിക് സ്പീക്കറായും മോട്ടിവേഷണൽ ട്രെയിനറായും പ്രവർത്തിച്ചു വരുന്നു. ഓൾ ഇന്ത്യ റേഡിയോ, ചേതന 90.8 തുടങ്ങിയ FM സ്റ്റേഷനുകളിലും പ്രമുഖ ടെലിവിഷൻ ചാനലുകളിലും നിയമപരവും സാമൂഹ്യപരമായ അവബോധം നൽകാറുണ്ട്. 32 വർഷത്തിലേറെയായി തെക്കേക്കര യങ് മെൻസ് യൂണിയൻ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ മികച്ച സാഹിത്യകാരനാണ്. കരയുന്ന കൂടുകരോകൾ, കൊടിക്കൂറുകൾ, പ്രകാശ പുമ്പുലി എന്നീ 2 കവിതാ സമാഹാരങ്ങളും കഥകളും ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാവേലിക്കരയിലെ കുർത്തിക്കാടൻ കഥകൾ 2 പതിപ്പുകളായി പ്രസിദ്ധീകരിച്ചു. മാവേലിക്കര ബാർ അസോസിയേഷൻ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പർ, പൊന്നേഴ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മോട്ടിവേഷണൽ ട്രെയിനർ എന്ന നിലയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാമചന്ദ്രൻ മുല്ലശ്ശേരി, മാവേലിക്കര തെക്കേക്കര സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സംഭവ വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ പൊതുരംഗത്ത് വന്നു. 1911 ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം രൂപീകരിച്ച 9 പേരിൽ ഒരാളായ ബുധനൂർ പഴയകോണത്ത് കുഞ്ഞിരാമൻ്റെ കൊച്ചുമകനാണ് ഇദ്ദേഹം. സംഭവ യൂത്ത് മൂവ്മെൻറ്റ് തെക്കേക്കര യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലും ചുമതല വഹിച്ചു. സംഭവ മഹാസഭ തെക്കേക്കര ശാഖാ സെക്രട്ടറി, പ്രസിഡന്റ്, താലൂക്ക് യൂണിയൻ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ്, സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം, സംസ്ഥാന സെക്രട്ടറി, 2017 മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, KSFE, PRD, ജലസേചന വകുപ്പ്, വാണിജ്യ നികുതി വകുപ്പ് എന്നിവിടങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട്. അംബേദ്കർ സാംസ്കാരിക വേദി മാവേലിക്കര താലൂക്ക് സെക്രട്ടറി, ഹരിജൻ ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ്, അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷ സമിതി താലൂക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 100-ലധികം പട്ടികജാതി സംഘടനകൾ ഉൾപ്പെടുന്ന ആനുപാതിക പ്രക്ഷോഭ സമിതിയുടെ സംസ്ഥാന ട്രഷററാണ്. ദളിത് ആദിവാസി മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റാണ്. പട്ടികജാതി വികസന വകുപ്പ് ഉപദേശക സമിതി അംഗം, കേരള നവോത്ഥാന സമിതി സംസ്ഥാന സെക്രട്ടറി, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സന്നദ്ധ സംഘടനയായ സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് സെക്രട്ടറിയായി 20 വർഷമായി തുടരുന്നു. സമുദായ ബന്ധുമാസികയുടെ ചീഫ് എഡിറ്ററാണ്.
ആനുകാലിക വിഷയങ്ങളിൽ പത്രമാസികയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാറിൻ്റെ ജീവചരിത്രം ആദ്യമായി പുസ്തകമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുരളി കോട്ടപ്പുറം, കോട്ടയം വൈക്കം സ്വദേശി, തിരക്കഥാകൃത്ത്, സംവിധായകൻ. കാപ്പിത്തോട് ഒരു കണ്ണീർ തടാകം എന്ന ഡോക്യുമെൻ്ററി ചിത്രമാണ് ആദ്യ സൃഷ്ടി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്ന ടെലിഫിലിം, ചാറ്റൽ മഴ എന്ന ആൽബം സിംഗപ്പൂരിൽ റിലീസ് ചെയ്തു. തുടർന്ന് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഷോർട്ട് ഫിലിം ചെയ്തു. ഇതിന് ജനം ടിവിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മൺ സരോവർ എന്ന ഇമോഷണൽ ഡ്രാമ മൂവി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഉടൻ തന്നെ റിലീസ് ചെയ്യുകയാണ്. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത്. ഹോം സ്റ്റേ എന്ന ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ ധാരാളം കഥകൾ രചിച്ചിട്ടുണ്ട്. തുടർന്ന് തിരക്കഥാകൃത്തായി പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദൂരദർശൻ, ജനം ടി വി, ജീവൻ ടി വി, സൂര്യ ടി വി തുടങ്ങിയ ചാനലുകളിൽ ധാരാളം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. നീർപ്പാറ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ദ്വീപുകളാൽ സമ്പന്നമായ ബ്രഹ്മമംഗലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി, കോഴിക്കോട് മേരിക്കുന്ന് സ്വദേശി, നോവലിസ്റ്റ്, കഥാകൃത്ത്, ബാലസാഹിത്യ രചയിതാവ്, നാടക രചയിതാവ്, ആത്മകഥാകൃത്ത്, കവയിത്രി, ഗാനരചയിതാവ്. 1988 സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൽ 5 കൊല്ലം ഡെപ്യൂട്ടേഷൻ സാക്ഷര കേരളം സുന്ദര കേരളം പരിപാടിയിൽ പങ്കാളിയായി. തുടർന്ന് ജനകീയ ആസൂത്രണത്തിൽ വലിയ പ്രചാരകയായിരുന്നു. സ്റ്റേറ്റ് ഫാക്കൽറ്റി അംഗമായി. കൊയിലാണ്ടി സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അതിൻ്റെ 9ാം പദ്ധതിയിൽ മോഡലായിട്ട് കൊയിലാണ്ടി സ്കൂളിൽ 50 ലക്ഷത്തിൻ്റെ കെട്ടിടം പണിയിച്ചിട്ടുണ്ട്. പുതിയ പാഠ്യപദ്ധതി DPEP പ്രോഗ്രാം പല പ്രമുഖരും എതിർത്തെങ്കിലും HM-ആയിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ 170 കുട്ടികളാണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. 6 കൊല്ലം കൊണ്ട് ഈ സ്കൂളിൽ HM-ആയി ഇരുന്നു. റിട്ടയർ ആകുമ്പോൾ 760 കുട്ടികളുള്ള സ്കൂളായി ആ സ്കൂളിനെ ഉയർത്തി. ആദ്യം എഴുതിയ ചെറുകഥ സമാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നവർ എന്നതായിരുന്നു. 600-ൽ പരം ചെറുകഥകൾ, 40ഓളം നാടകങ്ങൾ, 100-ലധികം ലളിതഗാനങ്ങൾ, കവിതകൾ എന്നിവയും രചിച്ചു. ആകാശവാണിയിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടേറ്റീവ് പാനൽ ഹൈപ്പോർ കമ്മിറ്റി അംഗമായിരുന്നു. പ്രഭാഷകയാണ്. ഹൈ ആർട്ടിസ്റ്റാണ്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശിവകാമി എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നോവലാണ്. ഇതിൻ്റെ കന്നഡ പരിഭാഷയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കറുത്ത ചില്ലുള്ള ജാലകം, ഞാൻ ഗൗരി, ഇരുനിറ പക്ഷികൾ, പറയാതെ പോയത്, ശിവകാമി എന്നീ നോവലുകൾ, വഴിയോരത്തെ പൂമരം, സ്നേഹപൂർവ്വം പിന്നെയും നീളുന്ന വഴികൾ എന്നീ കഥാസമാഹാരങ്ങൾ, സ്ത്രീ ജീവിതം, സംസ്കാരം, ഗുജറാത്തിൻ്റെ പാഠങ്ങൾ, നിസ്വരൂപികൾ എന്നീ പഠനങ്ങൾ, ലില്ലിയുടെ ആകാശം, മാളൂട്ടി, വല്യമ്മച്ചി, ചിത്തിയും മുത്തിയും, ചില്ലീസ് എന്നീ ബാലസാഹിത്യങ്ങൾ, കനൽ വഴികളിൽ ഒരുവൾ എന്ന ആത്മകഥ എന്നിവയ്ക്കൊപ്പം നിരവധി നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, കവിതകൾ എന്നിവയും രചിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2020 ലഭിച്ചിട്ടുണ്ട്. പ്രഭാത് നോവൽ അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കടക്കോട് വിശ്വംഭരൻ സ്മാരക സാഹിത്യ അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കുറ്റതാണെങ്കിലും അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മിലൻ KS, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി. 12ാം ക്ലാസ് പഠനത്തിന് ശേഷം ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നും ചെറുകിട വ്യവസായ മേഖലയിലുള്ള ടർണർ കോഴ്സ് ഗോൾഡ് മെഡൽ നേടി പാസ്സായി. തിരുവനന്തപുരത്ത് നിന്ന് GFC പാസ്സായി. ആദ്യം ഷെഫായി കോവളം അശോക ഹോട്ടലിൽ 1 വർഷത്തോളം ജോലി ചെയ്തു. തുടർന്ന് ബോംബെ ലീല കെമ്പിൻസ്കി ഹോട്ടലിൽ 3 വർഷത്തോളം ഷെഫായി സേവനം ചെയ്തു. UAE-യിലെ ക്യാപിറ്റൽ ഹോട്ടലുകളിലും ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റുകളിലും ജോലി നോക്കിയിട്ടുണ്ട്. USA-യിൽ സെലിബ്രിറ്റി ക്രൂയിസ് ലൈൻ, മിയാമി, ഫ്ലോറിഡ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ്, ഏഷ്യ, സൗത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഷെഫായി ജോലി നോക്കിയിട്ടുണ്ട്. UAE-യിൽ 15-ൽ പരം ഹോട്ടലുകളിൽ സ്പാനിഷ്, ഇറ്റാലിയൻ, ജാപ്പനീസ്, ഫ്രഞ്ച്, ഐറിഷ്, ചൈനീസ്, ഇന്ത്യൻ തുടങ്ങിയ പാചക രീതികളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കാറ്ററിംഗ് മേഖലയിൽ തുടക്കം കുറിച്ചു. 4 ശാഖകളുള്ള ഹാർവസ്റ്റ് കാറ്ററിംഗ് കമ്പനിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. അതിൽ 350-ൽ പരം തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നു. 25,000-ഓളം ആൾക്കാർക്ക് ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത നേട്ടം ഹാർവസ്റ്റ് കാറ്ററിംഗ് കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ISRO, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, തമിഴ്നാട് മെഡിക്കൽ അസോസിയേഷൻ, കീറ്റക്സ്, ഇൻവെസ്റ്റ്നെറ്റ്, ഏലിയൻസ്, ഇക്കൂഫാക്സ്, ക്വസ്റ്റ് എന്നീ കമ്പനികളുടെ വാർഷിക പരിപാടികൾ വൻ വിജയകരം
വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ അംഗമായി പ്രവർത്തിച്ചു വരുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഷിഗിൻ നാഥ് ന്യൂഡൽഹിയിലെ ലോക്നായക് ഹോസ്പിറ്റലിലും മൗലാന ആസാദ് മെഡിക്കൽ കോളേജിലും മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു. കോവിഡ്-19 കാലത്ത് ഈ മേഖലയിൽ അശ്രാന്ത സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത കാലഘട്ടത്തിൽ അത്യാസന്ന നിലയിൽ നിരവധി രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലെ വില്ലേജുകളിൽ മൾട്ടിപ്പിൾ ഫ്രീ ഫീൽഡ് മെഡിക്കൽ ക്യാമ്പുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യപരമായ സേവനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കാർഡിയാക് രോഗങ്ങളെയും സ്ട്രോക്ക്, CPR, ഫസ്റ്റ് എയ്ഡ്, എമർജൻസി റെസ്പോൺസ് എന്നിവയെക്കുറിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ട്രെസ്, ആൻസൈറ്റി, മാനസിക വിഭ്രാന്തി എന്നിവയ്ക്ക് നിരവധി വ്യക്തികൾക്ക് രോഗമുക്തിക്ക് ശാശ്വതമായ തെറാപ്പികൾ നിർദ്ദേശിക്കുന്നു. മെൻ്റലിസത്തിലും മാജിക്കിലും റോപ്പ് ഇഫക്റ്റിനും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരം, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം എന്നിവ ലഭ്യമായിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് ദീപ്തി VR, തിരുവനന്തപുരം കുടപ്പനസ്കുന്ന് സ്വദേശി, നിയമബിരുദം നേടിയതിനു ശേഷം കുറച്ചുകാലം അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിഭിന്നമായി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. കേരള സർക്കാർ ഉദ്യോഗത്തോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം ആകാശവാണിയിൽ അനൗൺസറായും ഓൺലൈൻ FM-ൽ റേഡിയോ ജോക്കിയായും വാർത്താ അവതാരികയായും പ്രവർത്തന മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി സർക്കാർ പരിപാടികളിൽ അവതാരകയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സൗന്ദര്യ മത്സരത്തിൽ ആദ്യം കിട്ടിയ ടൈറ്റിൽ മിസ്സിസ് ഫെലാന്ത്രോപ്പിസ്റ്റ് എന്ന പദവിയായിരുന്നു. 2024 ദുബായിൽ നടന്ന മിസ്സിസ് ഇൻ്റർനാഷണൽ മത്സരത്തിൽ മിസ്സിസ് ഇൻ്റർനാഷണൽ ബ്യൂട്ടിഫുൾ സോൾ ആയി. 2024 ചണ്ഡീഗഡിൽ നടന്ന അർബൻ എലഗൻസ് സ്റ്റാർ പാൻ ഇന്ത്യ മത്സരത്തിൽ മിസ്സിസ് ഗ്ലോബൽ ഇൻ്റർനാഷണൽ വിജയിയായി. 2023 മിസ്സിസ് തിരുവനന്തപുരം, 2023 കേരള മിസ്സിസ് ദേശീയ ജേതാവ്, 2023 സൗത്ത് ഇന്ത്യ മിസ്സിസ്, കേരളത്തിലെ സിഗ്നിഫിക്കൻറ്റ് ഫാഷൻ കമ്പനി 2025 സ്റ്റാർ ലേഡി ഓഫ് കേരളയിൽ മിസ്സിസ് കോൺഫിഡൻസ്, ഫേസ് ഓഫ് പൂനെ 2023 നിന്നുള്ള മിസ്സിസ് കോൺഫിഡൻസ്, കേരളത്തിൽ നിന്നുള്ള മിസ്സിസ് കൺജീനിയാലിറ്റി, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള മിസ്സിസ് ആക്റ്റീവ് മോഡൽ ഓഫ് സൗത്ത് ഇന്ത്യ, 2023 കേരളത്തിൽ നിന്നുള്ള മിസ്സിസ് ഷൈനിങ് സ്റ്റാർ, സ്കെച്ച് ഫൗണ്ടേഷൻ ഡൽഹിയിൽ നിന്നുള്ള മിസ്സിസ് ക്വീൻ ഓഫ് കേരള 2023 തുടങ്ങിയ അവാർഡുകൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സെക്രട്ടേറിയറ്റിൽ ധനവകുപ്പിൽ ജോലി നോക്കുന്നു. 2025 സെപ്റ്റംബറിൽ ദുബായിൽ നടക്കുന്ന മിസ്സിസ് ഇൻ്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയാണ്. കലാ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് അഭിരാമി അജയകുമാർ, പത്തനംതിട്ട പേരനാട് സ്വദേശി, കലാ, കായിക, സാഹിത്യ പ്രതിഭ. 14 വർഷമായി സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കേരള നടനം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളും കരസ്ഥമാക്കി. കേരളോത്സവം പരിപാടിയിൽ കവിതാരചനയിൽ 1ാം സ്ഥാനവും പത്തനംതിട്ട ജില്ലയിലെ മികച്ച നർത്തകിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾ എന്ന വിഷയത്തിൽ വർക്കിംഗ് മോഡൽ തയ്യാറാക്കിയും ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്ന വിഷയത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചും A ഗ്രേഡ് കരസ്ഥമാക്കി. ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് പത്തനംതിട്ടയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കുട്ടികളെ ഉൾപ്പെടുത്തി പെറ്റൽസ് എന്ന കുട്ടി കൂട്ടായ്മ സ്ഥാപിക്കുകയും 5000 മാസ്ക് നിർമ്മിച്ച് നൽകുകയും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ നേതൃത്വത്തിൽ തുണിസഞ്ചി നിർമ്മാണം, പൂന്തോട്ട നിർമ്മാണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും അതുവഴി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ പ്ലാറ്റൂൺ വിഭാഗത്തിന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. സ്കൂൾ കായികമേളയിൽ കരാട്ടെ, കത്ത, കൊമിത്തെ വിഭാഗങ്ങളിലായി തന്നെ വെള്ളി മെഡലുകൾ നേടി. മൈസൂരിൽ നടന്ന ഷിറ്റേറിയ ദേശീയ ചാമ്പ്യൻ മത്സരത്തിൽ വെള്ളി മെഡൽ നേടുകയും ഭാരതത്തെ പ്രതിനിധീകരിച്ച് ഇന്തോനേഷ്യയിൽ നടന്ന ലോക ചാമ്പ്യൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ഫസ്റ്റ് ഡാൺ ബ്ലാക്ക് ബെൽറ്റ് ഡിഗ്രിയും കരസ്ഥമാക്കി. അയ്യാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ സ്റ്റഡീസിൻ്റെ സംസ്ഥാന യുവജന കോർഡിനേറ്ററാണ്. വിവാൻ ആർട്സ് ഗ്രൂപ്പ്, വെള്ളാള ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ തുടങ്ങി വിവിധ സംഘടനകളിൽ നിന്ന് കലാശ്രേഷ്ഠ പുരസ്കാരം അടക്കം നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. കലാ, കായിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി പാർവണ അരുൺ,
കാസർഗോഡ് നീലേശ്വരം സ്വദേശി ഗായിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നർത്തകി. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. തുടർച്ചയായ വർഷങ്ങളിൽ ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം എന്നിവയിലെ ജില്ലാതല വിജയിയാണ്. ഫ്ലവേഴ്സ്, 24 ന്യൂസ് ചാനൽ, റിപ്പോർട്ടർ, ജയ്ഹിന്ദ് എന്നീ ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ മാത്രമല്ല അഭിനയം, ഡബ്ബിംഗ്, നൃത്തം എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയിലും കുമാരി എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. വാതിൽ എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. പാടിക്കിട്ടിയ തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകി വരുന്നു. കാസർഗോഡ് ജില്ലയിലെ കുട്ടികളുടെ ബാൻഡായ K14 സിംഗേഴ്സ് എന്ന ടീമിനോടൊപ്പമുള്ള ഗായിക കൂടിയാണ്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിജു മാധവൻ, കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റിമംഗലത്ത് സ്വദേശി. സ്കൂൾ പഠനകാലത്ത് മുതൽ എഴുതി തുടങ്ങി. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കഥാരചനകൾക്ക് നിരവധി വിജയം കൈവരിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്തും നിരവധി ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും പ്രസിദ്ധീകരിച്ചു. മുംബൈയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഇദ്ദേഹം മാതൃഭൂമിയിൽ ലേഖകനായി ജോലിയിൽ പ്രവേശിച്ചതോടെ എഴുത്തിന് വിരാമമിട്ടു. 22 വർഷത്തോളം മാതൃഭൂമിയിലും മനോരമയിലുമായി ജോലി നോക്കി. ഇപ്പോൾ മലപ്പുറത്ത് കേരള വിഷൻ റിപ്പോർട്ടറായി ജോലി നോക്കുന്നു. മഹാമാരിയുടെ വരവോടെ വീണ്ടും എഴുത്തിൽ സജീവമായി. കഥകളും കവിതകളും എഴുതി തുടങ്ങി. 9 റെക്കോർഡുകൾ നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരത്തിൽ പങ്കാളിയായി. സാഹിത്യപ്രഭ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, പെൻഡ്രൈവ് അക്ഷരനക്ഷത്ര അവാർഡ്, നിള സാഹിത്യവൃന്ദം ബെസ്റ്റ് ഇന്ത്യ പുരസ്കാരം, MLA എക്സലൻസ് അവാർഡ്, കാവ്യലയം വയലാർ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മണികണ്ഠൻ M, തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ സ്വദേശി. 15 വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിവരുന്നു. തിരുവനന്തപുരം RCCയിൽ വരുന്ന രോഗികൾക്ക് റൂം എടുക്കുവാനും ആഹാരം വാങ്ങുവാനും നിവൃത്തിയില്ലാതെ വരുന്ന അവസരങ്ങൾ അവർക്ക് സൗജന്യമായി ഭക്ഷണം, താമസ സൗകര്യം എന്നിവ ഏർപ്പാടാക്കി കൊടുക്കുന്നു. 2500 പേർക്ക് രക്തദാനത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട്. ചികിത്സാ കാർഡ് ഇല്ലാതെ വരുന്ന രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ആരുടെയും പ്രതിഫലം വാങ്ങാതെ നിസ്വാർത്ഥമായി ചെയ്തു കൊടുക്കുന്നു. പകലും രാത്രിയിലും ഒരുപോലെ മണികണ്ഠനെ അന്വേഷിച്ച് നിരവധി പേർ ഇദ്ദേഹത്തിന് സേവനത്തിന് വേണ്ടി അന്വേഷിച്ച് എത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. പ്രധാന തൊഴിൽ മരപ്പണിയാണ്. കൂടെ ഒരു ടീം മരപ്പണി തൊഴിലാളികളും മണികണ്ഠൻ്റെ നിസ്വാർത്ഥമായ സേവന രംഗത്ത് സജീവമാണ്. കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ചില സന്ദർഭങ്ങളിൽ ഇത്തരം സേവനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു. പ്രവാസി എന്ന നാമധേയത്തിൽ മണികണ്ഠൻ നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽ വെട്ടിക്കാട്ടിരി, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി. 16 വർഷക്കാലമായി കുച്ചിപ്പുടി നൃത്തം അഭ്യസിച്ചു വരുന്നു. പരമ്പരാഗത കുച്ചിപ്പുടി നൃത്തശൈലിയിൽ സ്ത്രീവേഷം ധരിച്ചാണ് പുരുഷന്മാർ സ്ത്രീ കഥാപാത്രങ്ങളെ സാധാരണയായി അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീവേഷത്തിൽ കേരളത്തിൽ കുച്ചിപ്പുടി അവതരിപ്പിക്കുന്നത് ശ്രീ അനിൽ വെട്ടിക്കാട്ടിരിയാണ്. കുച്ചിപ്പുടി ഗ്രാമം, ചിദംബരം, തഞ്ചാവൂർ, കുംഭകോണം, തിരുവയ്യാർ, തിരുപ്പതി എന്നിവിടങ്ങളിലും കുച്ചിപ്പുടി നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടത്തിയ ദേശീയ പരിപാടിയിൽ കുച്ചിപ്പുടി നൃത്തം അവതരിപ്പിച്ചു. അന്നമാചാര്യ കീർത്തനങ്ങളും മഹാകവിമാർ എഴുതിയ കൃതികളെ നാടകരൂപങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട്. 2007 മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ മത്സരിപ്പിക്കുകയും അവർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തമായി നൃത്ത സംവിധാനം ചെയ്ത നൃത്ത നാടകങ്ങളാണ് ഭസ്മാസുരവധം, കണ്ണപ്പ ചരിതം, ഭരതായനം, നൃത്യോൽപത്തി ധരിത്രി, സിൻഡ്രല, വൈശാലി, അച്ഛനും മകളും, കരിങ്കാളിയമ്മ തുടങ്ങിയവ. ഏഷ്യാനെറ്റ് ചാനലിലായ ദേവികം എന്ന നൃത്ത പരമ്പര 10 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ദൂരദർശൻ ചാനലിൽ നവ്യമി നവരാത്രി എന്ന പരിപാടിയും സംവിധാനം ചെയ്തു. നയനം, പ്രശ്നപരിഹാരശാല എന്നീ ചിത്രങ്ങൾക്കും 7 ആൽബങ്ങൾക്കും നൃത്ത സംവിധാനം ചെയ്തിട്ടുണ്ട്. നാട്യകൗസ്തുഭ പുരസ്കാരം, നടന കലാനിധി പുരസ്കാരം, ഇന്റർനാഷണൽ ഡാൻസ് ഡേ അവാർഡ്, സിംഹപുരി നാട്യരത്ന പുരസ്കാരം, ഭക്തി വേദാന്ത സ്വാമി ദേശീയ പുരസ്കാരം, കലാസാഗർ പുരസ്കാരം, ഗുരുപൂജ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 30 വർഷമായി മലപ്പുറം പാണ്ടിക്കാട് ഭരതാഞ്ജലി നൃത്തകലാക്ഷേത്രം എന്ന നൃത്ത സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KS സേതുനാഥ്, ആലപ്പുഴ മുഹമ്മ സ്വദേശി. 25 വർഷമായി കലാ, സാംസ്കാരിക, സാമൂഹ്യ, സാന്ത്വന രംഗത്ത് പ്രവർത്തിക്കുന്നു. നാടരംഗത്ത് ഗാനരചയിതാവായാണ് അരങ്ങേറ്റം കുറിച്ചത്. അമച്ചർ നാടകങ്ങൾക്കും പ്രൊഫഷണൽ നാടകങ്ങൾക്കും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥാപ്രസംഗങ്ങൾക്ക് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്.
വിശ്വമാനവികതയുടെ പ്രവാചകൻ, ഭഗത് സിംഗ്, സ്വാതന്ത്ര്യ സമരത്തിലെ ചെങ്കനൽ എന്നീ കഥാപ്രസംഗങ്ങൾക്ക് വേണ്ടി കഥകളും ഗാനങ്ങളും എഴുതിയും സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. ആലപ്പുഴയെക്കുറിച്ചുള്ള ആൽബവും പാതിരാമണൽ എന്ന ആൽബവും തുടങ്ങി ധാരാളം ആൽബങ്ങൾക്ക് രചന നടത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള ഗാനവും രാഷ്ട്രപിതാവ് ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതാ രചനയും ആലപ്പി ഋഷികേശിൻ്റെ സംഗീത സംവിധാനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ധാരാളം ഭക്തിഗാനങ്ങൾ രചിച്ചു. 107 കവിതകളും 25-ലധികം ചെറുകഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. എസ്.എൽ. പുരം സദാനന്ദ സ്മാരക സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 2007 മുതൽ CK ഭാസ്കരൻ കാരുണ്യ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറിയാണ്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. റിസോർട്സ് കെയർടേക്കറായി ജോലി ചെയ്യുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശിവകുമാർ ആർ, കൊല്ലം കാവനാട് സ്വദേശി, യോഗാചാര്യൻ. കൊല്ലം ജില്ലയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ യോഗ ക്ലാസ് തുടങ്ങാൻ കഴിഞ്ഞു. ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ യോഗ ക്ലാസ് തുടങ്ങി. ഒരു അധ്യയന വർഷം 8 ഗവൺമെൻറ് സ്കൂളിൽ യോഗ ക്ലാസ് എടുക്കാൻ കൊല്ലം DD ഓഫീസിൽ നിന്ന് നിയമിച്ചു. 30ഓളം PT അധ്യാപകർക്ക് യോഗ ക്ലാസ് എടുത്തിട്ടുണ്ട്. കൂടാതെ മദർഹുഡ് ചാരിറ്റി മിഷൻ, SPB കലാക്ഷേത്ര, പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ്, യുനെസ്കോ എഞ്ചിനീയറിംഗ് കോളേജ്, പ്രമുഖ റിസോർട്ടുകൾ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ യോഗ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം, റാഷണലിസ്റ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സമിതി അംഗം, യോഗ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ സമിതി അംഗം, കേരള യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗം, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങി നിരവധി സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് കേരള സർക്കാരിൻ്റെ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലുള്ള കുമ്മിൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലും പവിത്രേശ്വരം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലും KNNMGHലും HCയിലും യോഗ ക്ലാസ് എടുത്തു വരുന്നു. യോഗ പ്രചാരകൻ എന്ന നിലയിൽ ഉള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ CG രാജൻ, കെട്ടിടത്തിൽ, തിരുവനന്തപുരം മുക്കോലക്കൽ സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ. 25 വർഷമായി ജീവകാരുണ്യം നടത്തിവരുന്നു. ശ്രീകാര്യം YMCA രൂപീകരിച്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്നവർക്ക് ചികിത്സാ സഹായം, RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന അർഹതപ്പെട്ട രോഗികൾക്ക് ധനസഹായം, അനാഥാലയങ്ങൾക്ക് ധനസഹായം തുടങ്ങിയവ ചെയ്തു വരുന്നു. 1100 ക്യാൻസർ രോഗികൾക്ക് 5000 രൂപ വീതം നൽകുവാനും അവർക്കെല്ലാവർക്കും ഭക്ഷണം നൽകുവാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ COVID-19 സമയത്ത് അർഹതപ്പെട്ട 700 കുടുംബത്തിന് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുവാനും 21 അനാഥാലയത്തിന് ധനസഹായം ചെയ്യുവാനും മികച്ച 86 ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കുവാനും സാധിച്ചു. ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. 11-ൽ പരം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രണവ് നഗർ അസോസിയേഷനിൽ തുടർച്ചയായി 6 വർഷം സെക്രട്ടറി ആയിരുന്നു. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. സൂരജ് കടവിൽ, തൃശ്ശൂർ സ്വദേശി, സൂരജ് കടവിൽ എന്ന തൂലികാനാമത്തിൽ കഥകളും കവിതകളും ലേഖനങ്ങളും എഴുതുന്നു. സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2016 ശേഷം ഓൺലൈൻ സാഹിത്യ കൂട്ടായ്മകൾ സജീവമാണ്. നിരവധി സാഹിത്യ ഗ്രൂപ്പുകളിൽ നടത്തിവരുന്ന മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിച്ചു. കൂട് സീസൺ 3ൽ 51 വിഷയത്തിൽ രചനകൾ എഴുതി വിജയിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്മകൃതികളിലൂടെ എന്ന കവിതാ സമാഹാരം 2022-ൽ മിഴി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ 20 കവികളുടെ കവിതാ സമാഹാരങ്ങൾക്കൊപ്പം പ്രകാശനം ചെയ്യപ്പെട്ടു. അത് വഴിമാറുന്ന കാൽപ്പാടുകൾ സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് 2027 നവംബർ 30-ന് രാജീവ് ആലുങ്കൽ, സുധാംശു എന്നീ പ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ ആഭിമുഖ്യത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ നബീൽ, കാഞ്ഞങ്ങാട് സ്വദേശി, സ്വന്തമായി ട്യൂഷൻ സെൻറ്ററിൽ പോയി പഠിക്കാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനിടയിൽ വളരെയധികം ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്നതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. സാമ്പത്തികമായും സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന വളരെയധികം ചെറുപ്പക്കാർ കാഞ്ഞങ്ങാട് പ്രദേശത്ത് ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നരായ നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരം ലഭിക്കും എന്നുള്ള ചിന്തയും വളരെയധികം സ്വാധീനിച്ചപ്പോൾ ഏറ്റവും മികച്ച ബിരുദം നേടിയ 15ഓളം ഫാക്കൽറ്റിയെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങൾ ഒരുക്കി ഒരു ട്യൂഷൻ സെൻറ്റർ ആരംഭിച്ചു. 3 മാസം കൊണ്ട് 700ഓളം വിദ്യാർത്ഥികൾ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് മികച്ച മാർക്കോടെ പ്രീ ഡിഗ്രി, ഡിഗ്രി പരീക്ഷകൾ പാസ്സായി. ഇപ്പോൾ കാഞ്ഞങ്ങാട് അറിയപ്പെടുന്ന ഏറ്റവും നല്ല അക്കാഡമിയായി ഈ സ്ഥാപനം മാറി. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അക്കാഡമിയിൽ ബഹുഭൂരിപക്ഷം പേരും പിന്നോക്കക്കാരാണ്.
നിർദ്ദിഷ്ടമായി വ്യവസ്ഥാപിതമല്ലാത്ത ഫീസ് ആയതിനാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉറപ്പായും അവരുടെ ഭാവിയെ മുന്നോട്ട് നയിക്കാൻ ഇവിടെ ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ സേവന മേഖലയിൽ സംഭാവന കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വ സ്വാഗതം.